നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇതിനാവശ്യമായുള്ള ഫിഷ് എടുത്തു വയ്ക്കേണ്ടതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 200 ഗ്രാം കട്ട്ള ഫിഷാണ്. നിങ്ങൾക്ക് ഏത് ഫിഷ് വെറൈറ്റി വേണമെങ്കിലും ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. സോ ഇതിൽ വേണ്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇത് വാഷ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വാഷ് ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ഫിഷിൻ്റെ റോ സ്മെൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായൊരു ടിപ്പാണെങ്കിൽ തീർച്ചയായും യൂസ് ചെയ്യുക. ഞാനിതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന്. സോ കാശ്മീരി മുളക് പൊടി ഇതിൽ ആഡ് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ഒരു ഫിഷ് ഫ്രൈക്ക് കളർ കിട്ടാനായിട്ട് ഹെൽപ്പ് ആവുന്നതാണ്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്യാം. സോ ഇത് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കൂടുതൽ ഒരു സൗത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാനായി ഹെൽപ്പ് ചെയ്യുന്നതാണ്. പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ സ്പൈസി ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. സോ ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് നിങ്ങൾക്ക് ഫിഷിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 20 മിനിറ്റ്സ് ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അത് കൂടുതൽ ഈ ഫിഷിലേക്ക് എല്ലാ മസാലയും പിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഡ്രൈ ആയിട്ടുള്ള പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഓർ വെജിറ്റബിൾ ഓയിൽ. വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ ഒരു സൗത്ത് ഇന്ത്യൻ ഫ്ലേവർ കൂടുതലായതുകൊണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. ഇനി അതിലേക്ക് മാരിനേറ്റ് ചെയ്ത ഫിഷ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ എല്ലാ പീസസും ഇതേപോലെ അറേഞ്ച് ചെയ്യുക. 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഒരു സൈഡിലേക്ക് മറിച്ചിട്ടിരിക്കുകയാണ്. സോ 2 സൈഡും ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. സോ ഗ്യാസ് സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു ഫിഷ് ഫ്രൈ ചോറിൻ്റെ കൂടെയും അതേപോലെ കപ്പയുടെ കൂടെയും ഒരു നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.